നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യം പോകുന്നത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. 57% അവിടെ വോട്ടിംഗ്. BJP ഡൽഹി ഭരിക്കുമെന്ന് ഭൂരിപക്ഷം എക്സിറ്റ് പോൾ പ്രവചനങ്ങളും പറയുന്നു. 60 സീറ്റുകൾ വരെ BJP നേടും എന്നാണ് പ്രവചനം. 2 ഏജൻസികൾ മാത്രമാണ് ആം ആദ്മി പാർട്ടിക്ക് സാധ്യത പ്രവചിക്കുന്നത്. കാൽ നൂറ്റാണ്ടിന് ശേഷം BJP ഡൽഹി പിടിക്കുമെന്നാണ് ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത്. 60 സീറ്റുകൾ വരെ BJP നേടുമെന്ന് പീപ്പിൾസ് പൾസ്, 50 സീറ്റുകൾ വരെ നേടുമെന്ന് പോൾ ഡയറിയും 49 സീറ്റുകൾ വരെ നേടുമെന്ന് PMark സർവേയും പറയുന്നു. മാട്രിസയുടെയും സി ന്യൂസിന്റെയും സർവേകളിൽ AAPയും BJPയും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. ആം ആദ്മി പാർട്ടി കേവല ഭൂരിപക്ഷം നേടുമെന്ന് മാട്രിസയും 38 സീറ്റുകൾ വരെ നേടുമെന്ന് സി ന്യൂസും പ്രവചിക്കുന്നു. 2 ഏജൻസികളാണ് ആം ആദ്മി പാർട്ടി തുടർഭരണം നേടുമെന്ന് പ്രവചിക്കുന്നത്. മൈൻഡ് ബ്രിങ്ക് 49 സീറ്റുകൾ വരെയും വി പ്രിസൈഡ് 52 സീറ്റുകൾ വരെയും ആം ആദ്മി പാർട്ടി നേടുമെന്ന് പ്രവചിക്കുന്നു. 2015-ലും 2020-ലും നേടിയ വമ്പൻ വിജയം ആം ആദ്മി പാർട്ടിക്കുണ്ടാകില്ലെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പൂർണ്ണമായി തള്ളുകയാണ് ആം ആദ്മി പാർട്ടി. एग्जिट पोल मुझे लगता है कि आम आदमी पार्टी के वोटर को सही तरीके से रीड कर नहीं पाता है. ये हिस्टोरिकल एविडेंस है. जितना भी एग्जिट पोल दिखा रहे हो उसमें 20-30 सीट जोड़ लीजिएगा तो आपको अंदाजा हो जाएगा कि आम आदमी पार्टी एक बहुत अच्छे मैंडेट के साथ, एक बहुत अच्छे नंबर के साथ सरकार बनाने जा रही है. തിരിച്ചുവരവ് പ്രതീക്ഷിച്ച് കളത്തിലിറങ്ങിയ കോൺഗ്രസിന് സമ്പൂർണ്ണ നിരാശ. പരമാവധി 2 സീറ്റുകൾ വരെയാണ് കോൺഗ്രസിന് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത്. BJP 40 സീറ്റുകൾ വരെ നേടുമെന്ന് 24 പോൾ ഓഫ് പോൾസ്. ആം ആദ്മി പാർട്ടി 29 വരെയും കോൺഗ്രസ് പരമാവധി 1 സീറ്റും നേടും. ന്യൂസ് ഡെസ്ക് 24. സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നതിനെ എതിർത്ത് CPI മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രി P. പ്രസാദാണ് CPIയുടെ എതിർപ്പറിയിച്ചത്. സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നത് ചർച്ച ചെയ്യാൻ തിങ്കളാഴ്ച പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരും. ഇതിനു മുൻപ് ആശങ്ക അറിയിച്ച മന്ത്രിമാരുമായി ചർച്ചയും നടക്കും. സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾക്ക് പ്രവർത്തനാനുമതി നൽകുന്നത് സംബന്ധിച്ച ബില്ലായിരുന്നു ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലെ പ്രധാന അജണ്ട. അജണ്ടയിൽ ഉൾപ്പെടുത്തി വന്ന വിഷയത്തിൽ CPI മന്ത്രി P. പ്രസാദ് തുടക്കത്തിലെ എതിർപ്പറിയിക്കുകയായിരുന്നു. നിലവിൽ സംസ്ഥാനത്തുള്ള സർവകലാശാലകൾ തന്നെ വലിയ പ്രതിസന്ധിയിലാണ്. ഈ അവസ്ഥയിൽ സ്വകാര്യ സർവകലാശാലകൾ കൂടി പ്രവർത്തനാനുമതി നൽകിയാൽ ഈ സർവകലാശാലകളുടെ സ്ഥിതി എന്താകുമെന്നായിരുന്നു കൃഷിമന്ത്രി P. പ്രസാദിന്റെ ചോദ്യം. സംവരണ മാനദണ്ഡം, ഫീസ് ഘടന തുടങ്ങിയ കാര്യങ്ങളുള്ള ആശങ്ക മറ്റ് CPI മന്ത്രിമാരും പ്രകടിപ്പിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജും തന്റെ വകുപ്പുമായി ബന്ധപ്പെട്ട ആശങ്കകൾ മന്ത്രിസഭാ യോഗത്തെ അറിയിച്ചു. ഇതോടെ അജണ്ട മാറ്റിവെക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയായിരുന്നു. എന്നാൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു യോഗത്തിൽ പങ്കെടുക്കാത്തതുകൊണ്ടാണ് വിഷയം മാറ്റിവെച്ചതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. മെഡിക്കൽ, എഞ്ചിനീയറിംഗ് മേഖല ഉൾപ്പെടെ സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നതിനുള്ള നിയമനിർമ്മാണമാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യമിടുന്നത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സംവരണം ഉറപ്പാക്കാനുള്ള നിർദ്ദേശവും കരട് ബില്ലിലുണ്ട്. കഴിഞ്ഞ CPM സംസ്ഥാന സമ്മേളനം അംഗീകരിച്ച നവകേരള രേഖയിലാണ് സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകാവുന്ന നിർദ്ദേശം ആദ്യം വന്നത്. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. ഇനി നമ്മൾ പോകുന്നത് കൊല്ലത്തേക്കാണ്. കൊല്ലം കോർപ്പറേഷൻ മേയർ സ്ഥാനം CPIM രാജിവെക്കാത്തതിൽ പ്രതിഷേധിച്ച് ഡെപ്യൂട്ടി മേയർ സ്ഥാനമടക്കം 2 കൗൺസിൽ ചെയർമാൻ സ്ഥാനങ്ങൾ CPI രാജിവെച്ചു. പാർട്ടി തീരുമാനപ്രകാരമാണ് രാജിയെന്ന് നേതാക്കൾ വ്യക്തമാക്കി. അടുത്ത തിങ്കളാഴ്ച രാജിവെക്കും എന്നാണ് മേയർ പ്രസന്ന ഏണസ്റ്റ് വ്യക്തമാക്കിയത്. വൈകുന്നേരം 5-ന് മുൻപ് CPIM മേയർ രാജിവെക്കണമെന്ന അന്ത്യശാസനമാണ് CPI നൽകിയത്. ഇല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനങ്ങൾ CPI രാജിവെക്കുമെന്നായിരുന്നു നിലപാട്. മേയറുടെ രാജി ഉണ്ടാകാതെ വന്നതോടെയാണ് ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജീവ് സോമൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സവിതാ ദേവി എന്നിവർ രാജിവെച്ചത്. രാജി പാർട്ടി തീരുമാനപ്രകാരമെന്ന് കൊല്ലം മധു. പാർട്ടിയുടെ തീരുമാനമാണ്. ഇന്ന് 5-ാം തീയതി മേയർ രാജിവെച്ചില്ലെങ്കിൽ CPIയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ രാജിവെക്കുക എന്നുള്ളത് ഇന്ന് ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി കൂടി അവിടെ എടുത്ത തീരുമാനമാണ്. രാജിവെക്കുവാൻ തീരുമാനിച്ചത്. ആ സ്ഥാനങ്ങളിൽ നിന്ന് ഞങ്ങൾ രാജിവെച്ചിട്ടുണ്ട്. എന്നാൽ തിങ്കളാഴ്ച വരെ മേയർ സ്ഥാനത്ത് തുടരുമെന്ന് പ്രസന്ന ഏണസ്റ്റ് വ്യക്തമാക്കി. 10-ാം തീയതി രാജിവെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ബാക്കി ഇനി ഞാൻ പാർട്ടി നേതൃത്വത്തോട് ബന്ധപ്പെട്ട് ഞാൻ 10-ാം തീയതി സമ്മേളനമുണ്ട്. ഒരു പ്രോഗ്രാമില്ല. മേയറെ സംബന്ധിച്ച് ഇപ്പം ഞാൻ ഓഫീസിൽ വന്നു, അല്ലാതെ മറ്റു പ്രോഗ്രാം ഒന്നുമില്ല. 4 വർഷം CPIM-നും അവസാന 1 വർഷം CPI-ക്കും മേയർ സ്ഥാനം നൽകാമെന്നായിരുന്നു ഇടതുമുന്നണിക്കുള്ളിലെ മുൻധാരണ. 24 കൊല്ലം.
കൊല്ലം കോർപ്പറേഷനിലെ മേയർ സ്ഥാനത്തർക്കത്തിൽ അടിയന്തര ജില്ലാ കൗൺസിൽ യോഗം വിളിച്ച് CPI അംഗങ്ങളുടെ രാജി മുന്നണിയുടെ കൂട്ടുത്തരവാദിത്തം തകർക്കുന്നതാണ് എന്നാണ് CPIഎമ്മിന്റെ നിലപാട്. പദ്ധതികൾ പൂർത്തിയാക്കേണ്ടത് കൊണ്ടാണ് മേയറുടെ രാജി വൈകിയത് എന്നാണ് CPIഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S. ജയമോഹൻ 24നോട് വ്യക്തമാക്കിയത്. ഇവിടുന്ന് അങ്ങനൊരു നടപടിയിലേക്ക് അവർ പോകേണ്ടിയിരുന്നില്ല. അടുത്ത ദിവസം രാജിവെക്കാം എന്നവരെ അറിയിച്ചിരുന്നതാണ്. 2-3 ദിവസത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് ഇടതുപക്ഷത്തെ മോശമാക്കി ചിത്രീകരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അവർ പോകേണ്ടിയിരുന്നില്ല. കൃത്യമായി രാജിവെക്കും. നല്ല ഐക്യത്തോടു കൂടി തന്നെ CPIM മുന്നോട്ട് പോകും. അരുൺരാജ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഇപ്പോൾ കൊല്ലത്ത് അരുൺ, ഈ സാധാരണഗതിയിൽ മുന്നണിയിലെ ധാരണ പാലിച്ചു പോകാറുള്ളതാണല്ലോ ഇരു പാർട്ടികളും. കൊല്ലത്ത് എന്താണ് സംഭവിച്ചത് അരുൺ? ഉന്മേഷ, എന്തായാലും CPIഎമ്മിനും CPIക്കും ഉള്ളിൽ പ്രശ്നങ്ങളില്ല, മുന്നണി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്ന് നേതാക്കൾ പറയുമ്പോഴും കൊല്ലത്തെ CPIഎമ്മിനും CPIഎമ്മിനും ഉള്ളിൽ അതൃപ്തി പുകയുകയാണ്. അല്പസമയം മുമ്പാണ് CPI നാളെ ജില്ലാ കൗൺസിൽ യോഗം വിളിച്ചു ചേർക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. അടിയന്തര ജില്ലാ കൗൺസിൽ യോഗമാണ് വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഈ മേയറുടെ വിഷയത്തിൽ നിലവിൽ CPIഎം സ്വീകരിക്കുന്ന നിലപാട് അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് CPI നേതാക്കൾ ഇപ്പോഴും വ്യക്തമാക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി തല ചർച്ചയിലെടുത്ത തീരുമാനം, അതുമായി ബന്ധപ്പെട്ട മുന്നോട്ട് പോകുമ്പോൾ അതേ തീരുമാനത്തെ പോലും അട്ടിമറിക്കുന്ന നിലപാടാണ് CPIഎം ജില്ലാ നേതൃത്വം എടുത്തത് എന്നുള്ളതാണ് CPI നേതാക്കളുടെ പക്ഷം. അതേസമയം CPIഎം പറയുന്നത് ഇക്കാര്യത്തിൽ CPIയുടെ നിലപാട് കുറച്ച് കടുത്തുപോയി എന്നുള്ളതാണ്. മുന്നണിയുടെ മര്യാദയും കൂട്ടുത്തരവാദിത്വവും തകർക്കുന്ന രീതിയിലാണ് CPI പെരുമാറിയതെന്ന കടുത്ത ആക്ഷേപവും കടുത്ത വിമർശനവും CPIഎം കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുകയും ചെയ്യുന്നുണ്ട്. ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട 2 ദിവസം കൂടി അനുവദിക്കണമെന്ന ആവശ്യം നേരത്തെ തന്നെ CPIഎം മുന്നോട്ട് വെച്ചതാണ്. അതുപോലും മാനിക്കാതെയാണ് CPI അംഗങ്ങൾ രാജിവെച്ചത്. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് CPIഎമ്മിനുള്ളിൽ ഉള്ളത്. എന്തായാലും വിഷയം വളരെ നീറിപ്പോകുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മുന്നണിക്കുള്ളിലെ തർക്കം മുന്നണിക്ക് മറ്റ് ഘടകകക്ഷികൾക്കടക്കം ഇപ്പോൾ തലവേദനയായി മാറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും CPIയുടെ അടിയന്തര ജില്ലാ കൗൺസിൽ യോഗമാണ് നാളെ ജില്ലാ സെക്രട്ടറി വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഈ യോഗത്തിൽ വലിയ വിമർശനങ്ങൾ CPIഎമ്മിന് നേരെ ഉയരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതുമായി ബന്ധപ്പെട്ട് മേയർ തിരഞ്ഞെടുപ്പിലും മേയർ ഇനി ആര് എന്ന കാര്യത്തിലടക്കം ശക്തമായ നിലപാട് സ്വീകരിക്കാനാണ് CPIയുടെ നിലവിലുള്ള തീരുമാനം. ശരി, അരുൺരാജാണ് കൊല്ലത്തുനിന്ന് വിശദാംശങ്ങൾ നൽകിയത്. തർക്കങ്ങളില്ല എന്ന് പാർട്ടികൾ വിശദീകരിക്കുന്നു. അപ്പോഴും CPIഎം കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിനിടെ റോഡിലെ കൊടിയഴിച്ച മുനിസിപ്പാലിറ്റി ജീവനക്കാരും CPIഎം പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. കാഞ്ഞങ്ങാട് നഗരത്തിൽ കെട്ടിയ കൊടിതോരണങ്ങൾ അഴിക്കാനെത്തിയ ജീവനക്കാരെയാണ് CPIഎം പ്രവർത്തകർ തടഞ്ഞത്. നഗരത്തിൽ കെട്ടിയ കൊടിതോരണങ്ങൾ മുനിസിപ്പാലിറ്റി അഴിച്ചുമാറ്റി. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി ഇപ്പോൾ കാസർഗോഡ് നിന്ന് ചേരുന്നുണ്ട്. അരുൺ, ഇക്കാര്യത്തിൽ കോടതി വിധി തന്നെ ഉണ്ടല്ലോ, ഈ കൊടിതോരണങ്ങൾ ഇത്തരത്തിൽ നിരത്ത് കീഴടക്കി അങ്ങനെ കെട്ടാൻ പാടില്ല എന്നതാണല്ലോ അവിടെ നഗരസഭ നടപ്പാക്കിയത്. ഒരു സംഘർഷാവസ്ഥ ഉണ്ടോ അവിടെ? ഉന്മേഷ, നിലവിൽ സംഘർഷാവസ്ഥയില്ല, പ്രശ്നങ്ങൾക്ക് അയവ് വന്നിട്ടുണ്ട്. പക്ഷേ വൈകിട്ട് 6 മണിയോട് കൂടിയായിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ നടന്നത്. ഇന്നലെയാണ് ഈ CPIഎം ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി കാഞ്ഞങ്ങാട് കോട്ടശ്ശേരി ഭാഗത്ത്, അതായത് കാഞ്ഞങ്ങാട് നഗരത്തിലുടനീളം ഇങ്ങനെ കൊടിതോരണങ്ങൾ കെട്ടി. അത് സംസ്ഥാന പാതയാണ്, നിരവധി വാഹനങ്ങൾ പോകുന്ന സ്ഥലമാണ്, ട്രാഫിക് ബ്ലോക്ക് ദിവസേന ഉണ്ടാവുന്ന ഒരു സ്ഥലം കൂടിയാണ്. ആ പ്രദേശത്താണ് ഇങ്ങനെ കൊടിതോരണങ്ങൾ കെട്ടിയത്. പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. മുനിസിപ്പൽ സെക്രട്ടറിക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിരുന്നു. കോടതി ഉത്തരവ്, കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി CPIഎം ഭരിക്കുന്നത്, കോടതി ഉത്തരവ് പാലിക്കാൻ മുനിസിപ്പാലിറ്റി തയ്യാറാവുന്നില്ല എന്നും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഇന്ന് വൈകുന്നേരത്തോടു കൂടി മുനിസിപ്പാലിറ്റി ജീവനക്കാർ ഈ കൊടിതോരണങ്ങൾ അഴിക്കുന്നതിന് വേണ്ടി അവിടേക്ക് എത്തിയത്. എന്നാൽ CPIഎം പ്രവർത്തകരെ അറിയിച്ചില്ല, ഇക്കാര്യം അറിയിച്ചില്ല, ഈ കൊടി അഴിക്കാൻ പറഞ്ഞില്ല, തോരണങ്ങൾ അഴിക്കാൻ പറഞ്ഞില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് പ്രവർത്തകരും സംഘടിച്ചെത്തിയത്. ഈ ജീവനക്കാരും അതുപോലെ തന്നെ പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമായി, ഉന്തും തള്ളുമുണ്ടായി. ഒടുവിൽ ഈ ജീവനക്കാർ അയച്ച വാഹനത്തിലേക്ക് മാറ്റിയ കൊടിതോരണങ്ങൾ പ്രവർത്തകർ വീണ്ടും അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. നിലവിൽ അവിടെ കൊടിതോരണങ്ങളൊക്കെ തന്നെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ പ്രശ്നങ്ങൾക്കൊക്കെ അയവ് വന്നിട്ടുണ്ട്. CPIഎം നേതാക്കളും പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ജില്ലാ സമ്മേളനം അലങ്കോലമാക്കാൻ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ പ്രവർത്തകർ ശ്രമിക്കുന്നു എന്നാണ് CPIഎം നേതൃത്വം പറയുന്നത്. ഉന്മേഷ്. ശരി, അരുൺ പാറയ്ക്കലാണ് വിശദാംശങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്ന്. പകുതി വിലയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും തയ്യൽ മെഷീനും വാഗ്ദാനം ചെയ്ത് തൊടുപുഴ സ്വദേശി അനന്തു കൃഷ്ണൻ തട്ടിയെടുത്തത് 1000 കോടിയിലേറെ രൂപയാണ്. കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പിന്റെ ചുരുളഴിയുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് വിവിധ ജില്ലകളിൽ തട്ടിപ്പിനെതിരെ പരാതിയുമായി എത്തുന്നത്. പകുതി വിലയ്ക്ക് ഇരുചക്രവാഹനവും ഗൃഹോപകരണങ്ങളും. അനന്തകൃഷ്ണന്റെ തട്ടിപ്പ് വാഗ്ദാനത്തിൽ സംസ്ഥാനത്തെങ്ങും പരാതി പ്രളയം. വൻകിട കമ്പനികളുടെ CSR ഫണ്ട് ഉപയോഗിച്ച് പാതി വില വാഗ്ദാനം ചെയ്ത് അനന്തകൃഷ്ണൻ തട്ടിയ തുക 1000 കോടിയിലേറെ.
പ്രതിയുടെ ഒരക്കൗണ്ടിൽ മാത്രമെത്തിയത് 400 കോടി. കണ്ണൂരിൽ മാത്രം 2000-ലേറെ വനിതകൾ പരാതിയുമായി രംഗത്ത്. 100 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ വണ്ടി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഗ്രൂപ്പിൽ ഇതിൻ്റെ അപ്ഡേഷൻ ചോദിക്കലുണ്ട്. അപ്പോൾ അപ്ഡേഷൻ ചോദിക്കുന്നതിന് നമുക്ക് ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ കോളുകൾ വന്നിട്ടുണ്ട്. ഫസ്റ്റ് തയ്യൽ മെഷീൻ കൊടുത്താൽ 7000 രൂപേൻ്റെ തയ്യൽ മെഷീൻ ഒരു 3800 രൂപ അടച്ചാൽ തയ്യൽ മെഷീൻ കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് കിട്ടി. അപ്പോൾ സ്വാഭാവികമായും ഒന്ന് കിട്ടി ഞാൻ വിശ്വസിക്കുമല്ലോ. മണി ചെയിൻ മാതൃകയിൽ ആളെ ചേർത്തത് പ്രാദേശിക തലത്തിൽ രൂപീകരിച്ച സീഡ് സൊസൈറ്റികളും പ്രൊമോട്ടർമാരും വഴി. സാമൂഹ്യ പ്രവർത്തകരെയും പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളെയും സൊസൈറ്റിയുടെ കോർഡിനേറ്റർമാരായി നിയമിച്ചു. പകുതി വിലയ്ക്ക് ഓണക്കിറ്റും ഗൃഹോപകരണങ്ങളും നൽകി ആദ്യം ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചു. 700ഓളം പരാതികളാണ് നമ്മൾക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. ലഭിച്ചിരിക്കുന്ന പരാതികളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. കണ്ണൂർ ടൗണിൽ 168/25 എന്ന രീതിയിൽ ചീറ്റിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു FIR പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കണ്ണൂർ കമ്മീഷണർ ഓഫീസിന് മുന്നിൽ പരാതിക്കാർ സംഘടിച്ചു. അവർക്ക് ആർക്കും ഇതിൽ നമുക്ക് തൃപ്തരല്ല. നമുക്ക് അനന്തകൃഷ്ണൻ മാത്രം കേസെടുത്താൽ പോരാ, ഇവർക്കെതിരെ കേസെടുക്കണമെന്നാണ്. അനന്തകൃഷ്ണനെ കസ്റ്റഡിയിലെടുത്ത് സമഗ്രമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. ഓൾറെഡി ആ രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ എല്ലാ രീതിയിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അറസ്റ്റ് ആൻഡ് റിമാൻഡായി. ബാക്കി ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് എല്ലാ നടപടി വളരെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കെതിരായ ആരോപണത്തിൽ തെളിവുണ്ടെങ്കിൽ അന്വേഷണം നടത്തുമെന്നും പോലീസ്. കൂടുതൽ പേർക്ക് തട്ടിപ്പിൽ പങ്കുണ്ടോയെന്ന് അന്വേഷിക്കും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. CS എന്നുള്ള അക്കൗണ്ടിൽ നിന്ന് പറയുന്നു, ഇന്ത്യയിൽ ഏറ്റവും പെട്ടെന്ന് നിസ്സാരമായി പറ്റിക്കാൻ പറ്റുന്നവൻ മലയാളി തന്നെയെന്ന് വീണ്ടും വീണ്ടും തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് ഈ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം. എല്ലാ രാഷ്ട്രീയ കക്ഷി നേതാക്കളുമായും അടുപ്പം പുലർത്തിയ അനന്തകൃഷ്ണൻ ഈ ബന്ധം തട്ടിപ്പിന് ഉപയോഗപ്പെടുത്തി. തട്ടിപ്പ് വിവരം പുറത്തായതോടെ പണം തിരികെ നൽകി തലയൂരുകയാണ് BJP നേതാവ് AN രാധാകൃഷ്ണൻ. ആയിരക്കണക്കിന് ആളുകൾ പരാതികളുമായി രംഗത്തെത്തുമ്പോഴും പിടിയിലായ അനന്തകൃഷ്ണനെ ന്യായീകരിക്കുകയാണ് കോൺഗ്രസ് നേതാവായ ലാലി വിൻസെന്റ്. ഓരോ സ്ഥലത്തും പുതിയ സീഡ് സൊസൈറ്റികൾ ഉദ്ഘാടനം ചെയ്തതും ഇരുചക്ര വാഹനങ്ങൾ കൈമാറിയതും അതത് സ്ഥലങ്ങളിലെ രാഷ്ട്രീയ നേതാക്കൾ. ഈ നേതാക്കൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ പോസ്റ്ററുകളായും പ്രചരിപ്പിച്ചു. താൻ വായ്പയായി നൽകി 25 ലക്ഷം രൂപ അനന്തകൃഷ്ണൻ തിരികെ നൽകിയില്ലെന്ന പരാതിയുമായി BJP സംസ്ഥാന സമിതി അംഗം ഗീതാകുമാരി രംഗത്തെത്തി. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രമീള ദേവിയാണ് അനന്തകൃഷ്ണനെ പരിചയപ്പെടുത്തിയതെന്നും ഗീതാകുമാരി. പ്രമീള ഉൾപ്പെടെ പലർക്കും ഇതിനെപ്പറ്റിയൊക്കെ അറിയാം. 25 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. ഇതിനിടെ പണം തിരികെ നൽകി വിവാദത്തിൽ നിന്ന് തലയൂരുകയാണ് BJP നേതാവ് AN രാധാകൃഷ്ണൻ. AN രാധാകൃഷ്ണൻ ചെയർമാനായ സന്നദ്ധ സംഘടന സൈൻ ആളുകൾക്ക് പണം മടക്കി നൽകി തുടങ്ങി. AN രാധാകൃഷ്ണന്റെ ചിത്രം ഉപയോഗിച്ചും അനന്തകൃഷ്ണൻ പ്രചാരണം നടത്തിയിരുന്നു. തട്ടിപ്പിൽ ആയിരക്കണക്കിന് ആളുകൾ പരാതിയുമായി എത്തിയിട്ടും അനന്തകൃഷ്ണനെ ന്യായീകരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ്. ഇതിന്റെ പിന്നിൽ ശക്തരായ പ്രബലരായ ദുഷ്ടബുദ്ധികളുണ്ട്. സത്യത്തിൽ ആ കുട്ടി ബലിയാടായി. ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിലെ ചൂരൽമല സ്വദേശികളും സാമ്പത്തിക തട്ടിപ്പിന് ഇരകളായി. 65,000 രൂപ കടം വാങ്ങിയിട്ടൊക്കെയാണ് ഞങ്ങൾ വണ്ടിക്ക് കൊടുത്തത്. അത് കിട്ടിക്കഴിഞ്ഞാൽ ജോലിക്ക് വരാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇത് ഇത്രതായിട്ടും ജോലിക്ക് വരാൻ വണ്ടി കിട്ടാത്തൊരു പ്രയാസത്തിലാണ് ഞങ്ങളുള്ളത്. പരാതികളിൽ കണ്ണൂർ ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ലാലി വിൻസെന്റ് 7ാം പ്രതിയാണ്. സായിഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ KN ആനന്ദകുമാർ കേസിൽ പ്രതിയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ഈ തട്ടിപ്പ് വാർത്ത ഇപ്പോൾ കേരളമാകെ ചർച്ച ചെയ്യുകയാണ്. മാത്യു ഒക്കെ പറയുന്നു, അത്യാഗ്രഹമാപത്ത് പണ്ട് സ്കൂളിൽ പഠിച്ചതാ, മലയാളി പൊളിയാടെ എന്നാണ് അദ്ദേഹത്തിന്റെ പരിഹാസ കമന്റ് വരുന്നത്. സുജാത പറയുന്നത് ഏറ്റവും വലുത് എന്ന് പറയാൻ പറ്റില്ല, തട്ടിപ്പിനെയും പുറത്തു വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്നാണ് അവരുടെ പ്രതികരണം. സാധാരണ കുടുംബത്തിൽ ജനിച്ച അനന്തകൃഷ്ണന്റെ വളർച്ച ആരെയും അമ്പരപ്പിക്കുന്നതായിരുന്നു. ഇടുക്കി കോളപ്രയിലെ വീടിന് സമീപത്തായി കോടികളുടെ ഭൂസ്വത്താണ് അനന്തു വാങ്ങിക്കൂട്ടിയത്. 2018 തുടക്കത്തിൽ മൂവാറ്റുപുഴയിൽ നിന്ന് ആരംഭിച്ച NGOയിൽ നിന്നാണ് തട്ടിപ്പിന്റെ തുടക്കം. അനന്തകൃഷ്ണനെ പറ്റി സ്വന്തം നാട്ടുകാർക്ക് മോശം അഭിപ്രായമൊന്നുമില്ല. ഇത്രയും വലിയ തട്ടിപ്പ് നടത്തിയ ആളാണെന്ന് അവർക്ക് വിശ്വസിക്കാനും കഴിയുന്നില്ല. എങ്കിൽ കൂടിയും അനന്തകൃഷ്ണന്റെ തട്ടിപ്പിന്റെ തുടക്കകഥകളുടെ ചില സൂചനകൾ നാട്ടുകാർ നൽകുന്നുണ്ട്. 2016 ഈ തട്ടിപ്പിലേക്ക് അനന്തകൃഷ്ണന്റെ വരവ്. ആളുകളിൽ നിന്ന് പണം കൈവശമാക്കിയ ശേഷം അത് ഇരട്ടിപ്പിച്ച് നൽകാമെന്ന് പറഞ്ഞായിരുന്നു ആദ്യത്തെ തട്ടിപ്പ്. പിന്നീട് പല ആളുകൾക്ക് പണം നഷ്ടപ്പെട്ടതായും സൂചനയുണ്ട്. ആ നഷ്ടപ്പെട്ട ആളുകൾക്ക് ഒരു കാലത്തിന് ശേഷം വലിയൊരു തുക മടക്കി നൽകിയെന്നും പറയപ്പെടുന്നുണ്ട്. ഇതിനുമുമ്പ് ഇവിടെ പല തട്ടിപ്പിലും പുള്ളി അകത്താവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വന്ന് ഇവിടെ കൊടുക്കാനുള്ള പൈസകൾ, ആദ്യത്തെ തട്ടിപ്പിലെ പൈസകൾ ഇപ്പോഴത്തെ തട്ടിപ്പിൽ നിന്ന് കൊടുത്തു എന്നാണ് പറയുന്നത്. മൂവാറ്റുപുഴ സോഷ്യോ എക്കണോമിക് ആൻഡ് എൻവയോൺമെന്റ് സൊസൈറ്റി എന്ന പേരിലായിരുന്നു 2018
അനന്തു കൃഷ്ണൻ NGO സ്ഥാപിക്കുന്നത്. തുടർന്ന് ഇടുക്കി കോളപ്രയിലും മറ്റൊരു സ്ഥാപനം തുടങ്ങുന്നു. CSR ഫണ്ട് ഉപയോഗിച്ച് ലാപ്ടോപ്പ്, ബൈക്ക്, കാർഷിക ഉപകരണങ്ങൾ എന്നിവ സബ്സിഡി നിരക്കിൽ നൽകാമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു ഇതിന്റെ പ്രവർത്തനം. 2019 62 ബ്ലോക്കുകൾക്ക് കീഴിൽ സീഡ് എന്ന പേരിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി. സ്വാശ്രയ സംഘം പോലെയായിരുന്നു ഇതിന്റെ പ്രവർത്തനം. ഓരോ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ഈ ഗ്രൂപ്പുകൾ പ്രവർത്തിച്ചു. ബ്ലോക്ക് കോർഡിനേറ്റർമാർ 350 രൂപ ഫീസ് ഈടാക്കി ഗ്രൂപ്പുകളിലേക്ക് ആളുകളെ ചേർത്തു. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയെന്ന് ജനപ്രതിനിധികളെയും തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. MLA മാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ പങ്കെടുപ്പിച്ചായിരുന്നു ഉൽപ്പന്നങ്ങളുടെ വിതരണോദ്ഘാടനം. പണമടച്ച് 8 മാസം കഴിഞ്ഞിട്ടും ഉൽപ്പന്നങ്ങൾ കിട്ടാതെ വന്നതോടെ സീഡ് ഗ്രൂപ്പുകളിൽ ഗുണഭോക്താക്കൾ പരാതിപ്പെടാൻ തുടങ്ങി. സീഡ് ഗ്രൂപ്പിൽ നിന്ന് മറുപടി ലഭിക്കാതെ വന്നതോടുകൂടിയാണ് തട്ടിപ്പിനിരയായെന്ന് മനസ്സിലാക്കിയ ആളുകൾ കൂട്ടത്തോടെ പോലീസിൽ പരാതിപ്പെടുന്നത്. 24 ഇടുക്കി. നമ്മൾ പോകുന്നത് കോട്ടയം പാലായിലേക്കാണ്. കോട്ടയം പാല മീനച്ചിലിൽ അറ്റകുറ്റപ്പണിക്കിടെ കിണർ ഇടിഞ്ഞു കാണാതായ തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. തമിഴ്നാട് സ്വദേശി രാമന്റെ മൃതദേഹം കണ്ടെത്തി. ഈ നിലവിളിയൊക്കെ കേട്ടാണ് നമ്മൾ ഓടിയെത്തുന്നത്. ഓടിയെത്തിയപ്പം ഈ 4 പേര് കിണറിലുണ്ട്. അതിലൊരാൾ ചേറിലും കല്ലിലും പെട്ട് കിടക്കുക. 4 പേരും കൂടെ കൂടി അവരുടെ കഴിവനുസരിച്ചുള്ള നിലവിളി ഉയർത്തുന്നുണ്ട്. പക്ഷേ ഓടിയെത്തിയ ആൾക്കാർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റൊരു അവസ്ഥയാണ്. പാറ പൊട്ടിയതും ചേറും ഒക്കെ ആയിട്ട് ഇങ്ങനെ കുഴി കിടക്കുന്നു. ടോബി ജോൺസണാണ് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നത്. കോട്ടയത്തും ടോബി, വിവരങ്ങൾ എന്തൊക്കെയാണ്? ദാരുണാന്ത്യമാണ് പാലായിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയം പാല മീനച്ചിലാണ് അറ്റകുറ്റപ്പണിക്കിടെ കിണർ ഇടിഞ്ഞ് തൊഴിലാളിയെ കാണാതായത്. ഇദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. തമിഴ്നാട് സ്വദേശി രാമന്റെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് ടോബി ജോൺസൺ അറിയിക്കുന്നത്. അല്പസമയത്തിനകം ടോബി അതിന്റെ വിശദാംശങ്ങൾ നൽകും. ടോബി, കേൾക്കാമെങ്കിൽ വിവരങ്ങൾ പറയൂ ടോബി. ഇന്ന് ഉച്ച കഴിഞ്ഞ് ഏകദേശം 1:30 കൂടിയാണ് സംഭവം നടക്കുന്നത്. ഇതൊരു പഞ്ചായത്ത് കിണറാണ്. മീനച്ചിൽ പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന ഒരു പഞ്ചായത്ത് കിണറാണ്. അത് നവീകരിക്കുന്നതിന് വേണ്ടി അത് അറ്റകുറ്റപ്പണികൾ നടക്കുകയായിരുന്നു. ഇതിനുവേണ്ടിയാണ് 4 തൊഴിലാളികൾ അവിടെ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഈ കിണർ ഇടിഞ്ഞ് താഴേക്ക് വീഴുന്നത്. ആ സമയത്ത് അവിടെ പണിയെടുത്തുകൊണ്ടിരുന്ന 4 പേരിൽ 3 പേരും ഓടി രക്ഷപ്പെട്ടു. എന്നാൽ ഈ തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള രാമന് അതിന് സാധിച്ചില്ല. അങ്ങനെ ഈ കിണറിന് അകത്തേക്ക് പോവുകയായിരുന്നു. ഏറെ നേരത്തെ ഏകദേശം ടോബി, ടെലിഫോൺ ബന്ധത്തിൽ ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്, ശബ്ദം വ്യക്തമാവുന്നില്ല. അതുകൊണ്ടാണ് ഇടപെടുന്നത്. ടോബി ജോൺസണാണ് വിശദാംശങ്ങൾ നൽകിയത്. ഒട്ടേറെ വാർത്തകൾ വരുന്നുണ്ട്, ഒപ്പം പ്രേക്ഷകരുടെ പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിലൊക്കെ എത്തും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ തട്ടിപ്പ് വാർത്തയുമായി ബന്ധപ്പെട്ട പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. യൂട്യൂബിൽ വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ആട് തേക്ക് മാഞ്ചിയം തട്ടിപ്പ് പരിപാടിയിലൂടെ കോടികൾ തട്ടിക്കൊണ്ടുപോയതും മലയാളി, അതിൽ വഞ്ചിക്കപ്പെട്ടതും മലയാളി, കൂടുതൽ സാക്ഷരതയുള്ള മലയാളികളും ഭയങ്കര പൊളി തന്നെയെന്നാണ് അബ്ദുൾ പ്രതികരിക്കുന്നത്. പരിഹാസമാണ് അദ്ദേഹത്തിൻ്റെ ആ കമൻറ്റിൽ. ക്യാഷ് എവിടെയുണ്ടോ അവിടെ നമ്മുടെ മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും മുൻപന്തിയിലുണ്ടാകും. ഇവരെ കണ്ട് പാവം ജനങ്ങൾ ഇനി മേലിൽ വീഴരുത് എന്നാണ് അബൂബക്കർ പറയുന്നത്. അങ്ങനെ ഒട്ടേറെ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ വരുന്നുണ്ട് ആ തട്ടിപ്പ് വാർത്തയുമായി ബന്ധപ്പെട്ട്. നമ്മളിനി കാസർഗോട്ടേക്കാണ് പോകുന്നത്. കാസർഗോഡ് നീലേശ്വരത്ത് വനം വകുപ്പിനെ വട്ടം ചുറ്റിച്ച് കൃഷ്ണപ്പരുന്ത്. നാട്ടുകാരെ ആക്രമിച്ച പരുന്തിനെ വനം വകുപ്പ് പിടികൂടി കാട്ടിൽ വിട്ടെങ്കിലും പരുന്ത് തിരിച്ചെത്തി. പരുന്ത് ഇതുവരെ 20ഓളം പേരെയാണ് ആക്രമിച്ചത്. അരുൺ പാറക്കലാണ് വിവരങ്ങളുമായി കാസർഗോഡ് നിന്നിപ്പോൾ ചേരുന്നത്. അരുൺ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ, ഈ വനം വകുപ്പിനെ പുലിയും കടുവയും ആനയും ഒക്കെ വട്ടം ചുറ്റിക്കുന്ന വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാദ്യമായാണ് ഒരു പരുന്ത് ഇങ്ങനെ ദിവസങ്ങളോളം വനം വകുപ്പിനെയും അതുപോലെ തന്നെ നാട്ടുകാരെയും ഒക്കെ വട്ടം ചുറ്റിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജനുവരി 26-നാണ് ഈ ഒരു കൃഷ്ണപ്പരുന്തിനെ നീലേശ്വരം SS കലാമന്ദിർ ഭാഗത്ത് നിന്ന് വനം വകുപ്പ് പിടികൂടുകയും കർണാടക അതിർത്തിയായ കോട്ടഞ്ചേരി വനമേഖലയിലേക്ക് ഈ പരുന്തിനെ പറത്തിവിടുകയും ചെയ്തത്. പക്ഷേ 6 ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഇതാ പരുന്ത് തിരിച്ചെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല, പ്രധാനപ്പെട്ട കാര്യം, ഈ പരുന്തിനൊപ്പം മറ്റൊരു പരുന്ത് കൂടി ഈ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ ആളുകളെയൊക്കെ ഇങ്ങനെ നിരത്തി പരുന്ത് പറന്ന് കൊത്തുകയാണ് എന്നാണ് ആ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. 20ഓളം ആളുകളെ ഇതുവരെയും പരുന്ത് ആക്രമിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, വാഹനങ്ങളുടെ താക്കോലൊക്കെ പരുന്ത് കൊത്തിക്കൊണ്ട് പറന്നു പോകുന്നു എന്ന് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നുണ്ട്. വനം വകുപ്പ് ആകെ പ്രതിസന്ധിയിലാണ്. ഈ പരുന്തിനെ ഇനി എന്ത് ചെയ്യുമെന്നാണ് വനം വകുപ്പും പറയുന്നത്. ഇതിനെ പിടികൂടി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും പരുന്ത് പറന്നെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുമാത്രമല്ല, വനം വകുപ്പിന് ഈ പരുന്തിനെ പിടികൂടി കൂട്ടിലടയ്ക്കുന്നതിന് ചില പരിമിതികളുണ്ട്. അതുകൊണ്ട് അതൊന്നും നടക്കില്ല എന്ന് DFO ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട്. ഇനി എന്ത് ചെയ്യുമെന്ന ഒരു ആശങ്കയിലാണ് ഇപ്പോൾ വനം വകുപ്പുമുള്ളത്.
പറയാനുള്ളത്. ഇതാ പ്രദേശത്തെ നാട്ടുകാരിൽ ആരോ തന്നെ വളർത്തിയ ഒരു പരുന്താണ്. അതിനുശേഷം അവർക്കത് ശല്യമായപ്പോൾ ഇതിനെ പറത്തിവിടുകയായിരുന്നു. പിന്നീട് നാട്ടുകാർക്കൊക്കെ ശല്യമാവുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഉടൻ തന്നെ പിടികൂടുമെന്ന് വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഉന്മേഷ്, അപ്പോൾ പരുന്തിനെ കൊണ്ട് പൊറുതിമുട്ടിരിക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ. അരുൺ പാറക്കലാണ് കാസർഗോഡ് എന്ന വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇനി തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരം മുതുകുളയിൽ തെരുവുനായ ചാടി ബൈക്ക് യാത്രികൻ പുഴയിൽ വീണ സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മുതുവിള അരുവിപ്പുറം സ്വദേശി പ്രേംകുമാറിനാണ് അപകടത്തിൽ പരിക്കേറ്റത്. ദൃശ്യങ്ങൾ ആദ്യം കാണാം. അജീഷ് ജയകുമാറുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, പറയൂ. വൈകിട്ട് 4:30യോടെയാണ് ഈ അപകടം നടന്നത്. തിരുവനന്തപുരം കല്ലറ മുതുവിള അരുവിപ്പുറം പാലത്തിൽ നിന്നുമാണ് ബൈക്ക് യാത്രികൻ വാമനപുരം നദിയിൽ വീണത്. മുതുവിള എന്നൊരു സ്ഥലത്തേക്ക് ബൈക്കിൽ പോവുകയായിരുന്നു വീട്ടിൽ നിന്നും. അപ്പോഴാണ് തെരുവുനായ്ക്കൾ കുറുകെ ചാടിയത്. ബുള്ളറ്റിൽ നിന്ന് ഈ പാലത്തിന്റെ കൈവരിയിൽ ഇടിച്ച് പ്രേംകുമാർ താഴെ പതിക്കുകയായിരുന്നു. 60 വയസ്സുണ്ട്. ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് ഇയാളെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഇയാളുടെ മുഖത്തും കാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും ഗുരുതരമായ ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശരി, ആ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ നേരത്തെ കാസർഗോട്ടെ പരുന്തിന്റെ കാര്യം പറഞ്ഞു. ഇനി പെരിന്തൽമണ്ണയിലെ പുലിയുടെ കാര്യത്തിലേക്കാണ്. ഇനി പെരിന്തൽമണ്ണ മണ്ണാർമറയിൽ പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ച് വനംവകുപ്പ്. ഇന്ന് വൈകുന്നേരമാണ് കൂട് സ്ഥാപിച്ചത്. കഴിഞ്ഞ ദിവസം പ്രദേശത്തെ ക്യാമറയിൽ പുലിയുടെ ദൃശ്യം പതിഞ്ഞിരുന്നു. സമീർ ബിൻ കരീം ചേരുന്നുണ്ട് ഇപ്പോൾ തിരൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി. സമീർ, നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിലാണല്ലോ ഈ ദൃശ്യങ്ങൾ പതിഞ്ഞത്. ഏത് മേഖലയിലാണ് കൂട് സ്ഥാപിച്ചിരിക്കുന്നത് സമീർ? ഉന്മേഷ്, കഴിഞ്ഞ ദിവസം നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു. ഈ ക്യാമറയിൽ നിന്നും ഏതാണ്ട് 100 മീറ്റർ അകലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് നിലവിൽ വനം വകുപ്പ് കൂട് സ്ഥാപിച്ചിരിക്കുന്നത്. വൈകുന്നേരത്തോടു കൂടിയാണ് കൂട് ഇവിടെ എത്തിച്ച് സ്ഥാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ നാട്ടുകാർ സ്ഥാപിച്ച CCTVയിൽ ഈ പുലിയുടെ ദൃശ്യങ്ങൾ പതിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെ നാട്ടുകാരും വനം വകുപ്പും തമ്മിൽ നേരം ചർച്ച നടത്തുകയും ഈ നാട്ടുകാരുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് നിലവിൽ ഈ ഭാഗത്ത് കൂട് സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ കൂട്ടിൽ പുലി കുടുങ്ങുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിലവിൽ വനം വകുപ്പും നാട്ടുകാരും ഉള്ളത്. കഴിഞ്ഞ ഒരുപാട് മാസങ്ങളായി ഈ മണ്ണാർമല, ഒപ്പം തന്നെ മുള്ളിയാക്കുറിശി ഉൾപ്പെടെയുള്ള പെരിന്തൽമണ്ണയിലെ വിവിധയിടങ്ങളിൽ പുലിയുടെ ഭീതി നിലനിൽക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ ഈ ഡ്രോൺ നിരീക്ഷണം, അതോടൊപ്പം തന്നെ ക്യാമറ നിരീക്ഷണമൊക്കെ തന്നെ നടത്തി വരികയായിരുന്നു. ഈ പഞ്ചായത്ത് അംഗം ഹൈദറിന്റെ നേതൃത്വത്തിലായിരുന്നു ഇത്തരം നിരീക്ഷണം എല്ലാം തന്നെ നടത്തി വന്നിരുന്നത്. അതിനിടയിലാണ് പുലിയുടെ ദൃശ്യം ക്യാമറയിൽ പതിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നാലെ വനം വകുപ്പ് സംഭവ സ്ഥലത്തെത്തുകയും പുലിയാണ് സ്ഥിരീകരിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി പുലിയെ പിടികൂടാനായി കൂട് സ്ഥാപിച്ചുകൊണ്ട് നിലവിൽ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. ഉന്മേഷ്, സമീർ ബിൻ കരീമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ മലപ്പുറത്ത് നിന്ന്. തെലങ്കാന മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിതയ്ക്കൊപ്പം വേദി പങ്കിട്ടു എന്ന വാർത്ത നിഷേധിച്ച് മന്ത്രി MB രാജേഷ്. സ്പീക്കറായിരിക്കെ നിയമസഭയിൽ സംഘടിപ്പിച്ച വനിതാ അസംബ്ലിയിൽ കവിത എത്തി എന്നായിരുന്നു പ്രചാരണം. വനിതാ അസംബ്ലിയിലേക്ക് ക്ഷണിച്ച 133 വനിതാ ജനപ്രതിനിധികളിൽ ഒരാളായിരുന്നു കവിത. എന്നാൽ അവർ പരിപാടിക്ക് എത്തിയില്ല എന്ന് MB രാജേഷ് ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി. അജീഷ് ജയകുമാറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, ഒരു പത്രത്തിൽ വന്ന വാർത്ത ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണല്ലോ മന്ത്രി ഈ FB പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എന്താണ് അദ്ദേഹം നൽകുന്ന വിശദീകരണം അജീഷ്? ഉന്മേഷ്, ഈ സ്പീക്കറായിരിക്കെ നിയമസഭയിൽ സംഘടിപ്പിച്ച, അതായത് MB രാജേഷ് നിയമസഭാ സ്പീക്കറായിരിക്കെ നിയമസഭയിൽ സംഘടിപ്പിച്ച വനിതാ അസംബ്ലിയിൽ ഈ തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന്റെ മകളും BRS നേതാവുമായ K കവിത പങ്കെടുത്തുവെന്നും ഇരുവരും ഒരേ വേദി പങ്കിട്ടുവെന്നുമായിരുന്നു രാവിലെ വന്ന പത്രത്തിലെ പ്രധാനപ്പെട്ട വാർത്ത. ഇതും ബ്രൂവറി വിവാദവുമായി കൂട്ടിക്കുഴച്ചായിരുന്നു ഈ വാർത്ത വന്നിരുന്നത്. ഇത് തീർത്തും അടിസ്ഥാനരഹിതവും സത്യവിരുദ്ധവുമെന്നാണ് MB രാജേഷ് പറയുന്നത്. ആ വാർത്ത പ്രതിപക്ഷത്തിനെ സഹായിക്കാനാണെന്നും വനിതാ അസംബ്ലിയിലേക്ക് ക്ഷണിച്ച 133 വനിതാ ജനപ്രതിനിധികളെ ഒരാൾ മാത്രമായിരുന്നു കവിതയെന്നും MB രാജേഷ് പറയുന്നു. അന്ന് കവിത ഈ പരിപാടിക്ക് എത്തിയിരുന്നില്ല. എഥനോൾ പ്ലാന്റ് കൊണ്ടുവരാൻ കേരള നിയമസഭാ സ്പീക്കർ തെലങ്കാന MLA-യുമായി ചർച്ച നടത്തിയെന്നാണോ ഈ പത്രം ഉദ്ദേശിക്കുന്നതെന്നും ഈ വാർത്തയുടെ ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവച്ചുകൊണ്ട് MB രാജേഷ് ചോദിക്കുന്നുണ്ട്. ഉന്മേഷ്, അജീഷ് ജയകുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ഇതിൽ ഒരു പ്രതികരണം ഇപ്പോൾ വരുന്നുണ്ട്. അത് ഈ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ വാർത്ത നമ്മൾ നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ്. ആ വാർത്തകൾക്കൊക്കെ ശേഷം മനുഷ്യൻ്റെ ന്യൂസ് പറയാൻ സമയമുണ്ടോ എന്നാണ് CB സുരേഷിൻ്റെ ചോദ്യം. നമ്മൾ മനുഷ്യനുമായി ബന്ധപ്പെട്ട, മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ ഈ വാർത്തയിലൂടെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി കേരള സർവകലാശാലയിൽ ഇന്ന് നടന്ന ഒരു പ്രതിഷേധത്തിലേക്കാണ്. SFIയുടെ സമരപ്പന്തൽ പൊളിച്ചുമാറ്റി പോലീസ്. അവിടെ സമരം ചെയ്ത SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. സർവകലാശാല രജിസ്ട്രാർ കത്ത് നൽകിയതിന് പിന്നാലെയായിരുന്നു പോലീസിന്റെ നടപടി.
വിദ്യാർത്ഥി യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കുക എന്നാവശ്യപ്പെട്ടായിരുന്നു കേരള സർവകലാശാല ആസ്ഥാനത്തെ SFI സമരം. കഴിഞ്ഞ ദിവസങ്ങളിൽ സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ പന്തൽ കെട്ടി നടത്തിയ സമരം പ്രവർത്തകർ പ്രധാന കവാടത്തിന് മുന്നിലേക്ക് മാറ്റി. കറുത്ത ബാനറുകളും VC-ക്കെതിരായ പോസ്റ്ററുകളും ഉയർത്തിയായിരുന്നു പ്രതിഷേധം. സമരം നീണ്ടുപോയതോടെ പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യാൻ നീക്കം. പിന്നാലെ പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷം സമരപ്പന്തൽ പൊളിച്ചു നീക്കി. സംസ്കൃത കോളേജിന് മുന്നിൽ MG റോഡ് തടഞ്ഞ് വീണ്ടും SFI പ്രതിഷേധം. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു യൂണിയന് സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിക്കണം എന്നുള്ള കേവലമായ ഒരു ആവശ്യം ഉന്നയിച്ചതിനാണോ SFIക്കാരെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ ഇങ്ങനെ തല്ലിച്ചു അടിക്കാൻ വേണ്ടിയിട്ട് ഇവരെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്? കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെയും പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തു നീക്കി. യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച കേരള VC മോഹനൻ കുന്നുമ്മലിന്റെ തൃശൂരിലെ വസതിയിലേക്കും SFI പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. 24 തിരുവനന്തപുരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഒരു വാർത്ത വടകരയിൽ നിന്ന് വരുന്നുണ്ട്. അവിടെ CPIMന്റെ കോഴിക്കോട് ജില്ലാ സമ്മേളനം നടന്നതിന് പിന്നാലെ ചില അസ്വാരസ്യങ്ങൾ നടക്കുന്നു എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ വന്നതാണ്. PK ദിവാകരനെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് CPIM ശക്തി കേന്ദ്രങ്ങളിൽ ഇന്നും പ്രതിഷേധ പ്രകടനം നടന്നു എന്നാണ് ഇപ്പോൾ സമീർ സി മുഹമ്മദ് അറിയിക്കുന്നത്. മുടപ്പിലാവ്, തിരുവള്ളൂർ എന്നിവിടങ്ങളിൽ പ്രവർത്തകർ പ്രകടനം നടത്തിയെന്നാണ് ഈ വാർത്തയിൽ വ്യക്തമാക്കുന്നത്. അടുത്ത റിപ്പോർട്ടിലേക്ക്. സംസ്ഥാന ബജറ്റ് മറ്റന്നാൾ. കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ തുടർക്കഥയാവുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം, തീരശോഷണം, പരിസ്ഥിതി ലോല മേഖലകൾ തുടങ്ങിയ കാരണങ്ങൾ പലതാണ്. ദുരന്തങ്ങളിൽ നിന്ന് അതിജീവിക്കാൻ, തുടർ ദുരന്ത സാധ്യതകൾ നേരിടാൻ കേരളം ബജറ്റിൽ എന്താകും കരുതിവെക്കുക? കേന്ദ്രം അവഗണിച്ച മുണ്ടക്കൈക്കും ചൂരൽമലയ്ക്കും കേരളം എന്തു നൽകും? സംസ്ഥാന ബജറ്റിൽ ഇങ്ങനെ പ്രതീക്ഷകൾ ഏറെയാണ്. ഓഖിക്കും പ്രളയത്തിനും ശേഷം ഒന്നിനു പിറകെ ഒന്നായി ദുരന്തങ്ങൾ നേരിടുകയാണ് കേരളം. ദുരന്ത നിവാരണത്തിനും വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനുമെല്ലാം ബജറ്റിലെ നീക്കിയിരിപ്പിന് എത്രയോ മുകളിലാണ് ഈ കാലയളവിൽ ചെലവഴിച്ചത്. ഇത്തവണ ബജറ്റിൽ ദുരന്തങ്ങളെ മുൻകൂട്ടി കണ്ട് അതിനെ നേരിടാൻ കൂടുതൽ തുക വകയിരുത്തുമോ? പ്രതീക്ഷയുണ്ട്. 2018 ശേഷം അപ്രതീക്ഷിത ദുരന്തങ്ങൾ നേരിടാൻ കേരളം ബജറ്റിന് പുറമെ 4273 കോടി രൂപ ചെലവഴിച്ചതായാണ് കണക്ക്. ഈ കാലയളവിൽ കേന്ദ്രത്തോട് 9089 കോടി രൂപ കേരളം ആവശ്യപ്പെട്ടു. പക്ഷേ കിട്ടിയതാകട്ടെ 2018 പ്രളയത്തിന്റെ 2904 കോടി രൂപ മാത്രം. കഴിഞ്ഞ 12 വർഷത്തെ കണക്ക് പരിശോധിച്ചാൽ അപ്രതീക്ഷിതമുണ്ടായ ദുരന്തങ്ങൾ മറികടക്കാൻ കേന്ദ്രത്തോട് 18,910 കോടി രൂപ ആവശ്യപ്പെട്ടു. പക്ഷേ കിട്ടിയത് 3146 കോടി രൂപ മാത്രം. ദുരന്ത നിവാരണ ഫണ്ടിൽ 75% കേന്ദ്രവും 25% സംസ്ഥാനവുമാണ് വകയിരുത്തുന്നത്. പക്ഷേ അപ്രതീക്ഷിത ദുരന്തങ്ങളിൽ സംസ്ഥാനം ചെലവഴിച്ച തുക പോലും കേന്ദ്രം നൽകിയില്ല. ഈ സാഹചര്യത്തിൽ 16ാം ധനകമ്മീഷനോട് 13,900 കോടി രൂപയുടെ പ്രത്യേക പാക്കേജും കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്രം നൽകുന്ന തുക കാത്തിരിക്കണമോ? സ്വന്തം നിലയിൽ പുനരധിവാസ മുൻകരുതൽ നടപടികളുമായി കേരളം മുന്നോട്ട് പോകണമോ? ഇതുവരെയുള്ള അനുഭവത്തിൽ കേന്ദ്രത്തിൽ നിന്ന് വലിയ പ്രതീക്ഷ വേണ്ട. സംസ്ഥാനം ഈ പ്രതിസന്ധി മറികടക്കാൻ എന്തു ചെയ്യുമെന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ബജറ്റിലെ പ്രതീക്ഷ. 2018 മുതൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ആസൂത്രണത്തെ അട്ടിമറിച്ചത് കൂടുതലും ഇടയ്ക്കിടെയുണ്ടായ ദുരന്തങ്ങൾ തന്നെയാണ്. ഇതുകൂടാതെ ആഗോളതാപനം ഉൾപ്പെടെയുള്ള ആഗോള പ്രതിഭാസങ്ങൾ തീരമേഖലയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വേറെ. അതുകൊണ്ട് തന്നെ ഭാവിയെ മുന്നിൽ കണ്ടുള്ള പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. നേരത്തെ സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ്. ഇനി വടകര CPIMൽ വീണ്ടും വിമത നീക്കം. മുതിർന്ന നേതാവ് PK ദിവാകരനെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് CPIM ശക്തി കേന്ദ്രങ്ങളിൽ ഇന്നും പ്രതിഷേധ പ്രകടനം നടന്നു. സമീർ സി മുഹമ്മദ് ഇപ്പോൾ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. സമീർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, കഴിഞ്ഞ 29, 30, 31 തീയതികളിലാണ് വടകരയിൽ വെച്ചുകൊണ്ട് CPIMന്റെ കോഴിക്കോട് ജില്ലാ സമ്മേളനം നടന്നത്. ആ സമ്മേളനത്തോടു കൂടിയാണ് 47 അംഗ ജില്ലാ കമ്മിറ്റിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു. പുതിയ ജില്ലാ സെക്രട്ടറിയും വന്നു. ആ വേളയിലാണ് PK ദിവാകരൻ മാസ്റ്ററെ ഈ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയത്. അതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നത്. വലിയ പ്രതിഷേധങ്ങളും ഉയരുന്നുണ്ട്. ജില്ലാ കമ്മിറ്റിയുടെ ഈ നടപടി പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് PK ദിവാകരൻ തന്നെ ജില്ലാ കമ്മിറ്റിക്ക് കത്ത് നൽകിയിട്ടുമുണ്ട്. അതിനിടെയാണ് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് ഇന്നും മുടപ്പിലാവ്, അതുപോലെ തന്നെ തിരുവള്ളൂർ എന്നീ ഭാഗങ്ങളിലാണ്
ഇപ്പോൾ പ്രകടനം നടക്കുന്നത്. ഈ പ്രവർത്തകരുടെ, അതായത് CPIMന്റെ ശക്തി കേന്ദ്രങ്ങളിലാണ് ഈ വിമത നീക്കം നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേതാക്കൾ പറയുന്നത് ഈ കത്ത് നൽകിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അതുപോലെ പ്രതിഷേധമൊക്കെ തന്നെ വിശദമായി പരിശോധിക്കും, അതിനുശേഷമുള്ള നടപടിയിലേക്ക് നീങ്ങും എന്നുള്ളതാണ്. അത്തരം ഒരു ഉറപ്പ് നൽകിയതിന് പിറകെയാണ് ഇന്നും ഇപ്പോഴും ഈ പ്രതിഷേധം തുടരുന്നത്. മാത്രമല്ല ഇന്ന് ഏരിയ കമ്മിറ്റി ഉണ്ടായിരുന്നു. വടകര ഏരിയ കമ്മിറ്റിയിലും ഈ വിഷയം ചർച്ച ചെയ്തു. അതിന്റെ പിറകെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധം തുടരുന്നത്. ഉന്മേഷ്. ശരി, സമീർ സി മുഹമ്മദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട്. പ്രൈം ടൈം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ സൂരജ് ഒരു വാർത്ത അറിയിക്കുന്നുണ്ട്. കാലിക്കറ്റ് സർവകലാശാല ഡി-സോൺ കലോത്സവം അത് നാളെ നടക്കാനിരുന്നതാണ്, മാറ്റിവെച്ചു എന്നുള്ള വാർത്ത വന്നിരുന്നു. ഇപ്പോൾ വലിയ പ്രതിഷേധം ഇതിനെതിരെ ഉയരുന്നു. ശ്രീ കേരളവർമ്മ കോളേജ് യൂണിയൻ തന്നെ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഒരുപക്ഷെ അവർ ഈ കലോത്സവത്തിൽ നിന്ന് വിട്ടുനിന്നേക്കും എന്നതടക്കമുള്ള വിവരങ്ങൾ ഇപ്പോൾ സൂരജ് സജി അറിയിക്കുന്നുണ്ട്. അങ്ങനെ കടുത്ത നിലപാടിലേക്ക് പോകുന്നു എന്നാണ് അറിയിക്കുന്നത്. മുൻ ഇന്ത്യൻ താരം എസ് ശ്രീശാന്തിന് KCAയുടെ വക്കീൽ നോട്ടീസ്. സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ KCAക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയതിനാണ് നോട്ടീസ്. ഒരാഴ്ചക്കകം മറുപടി നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത്. അജീഷ്, വിവരങ്ങൾ. ഉന്മേഷ, ഇന്ത്യൻ ടീമിന്റെ ICC ചാമ്പ്യൻസ് ട്രോഫി ഈ മാസം തുടങ്ങാനിരിക്കുന്ന ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ ഇന്ത്യൻ ടീം പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടാണ് ഈ വിവാദങ്ങൾ തുടങ്ങുന്നത്. ആ ടീമിൽ സഞ്ജു സാംസൺ ഉൾപ്പെട്ടിട്ടില്ല. അതിന് കാരണമായി പറഞ്ഞിരുന്നത് വിജയ് ഹസാരെ ട്രോഫിക്കുള്ള കേരള ടീമിൽ സഞ്ജു ഉണ്ടായിരുന്നില്ല എന്നതാണ്. സഞ്ജുവിനെ പങ്കെടുപ്പിക്കാത്തതിനെതിരെ ഉൾക്കൊള്ളിക്കാത്തതിനെതിരെ KCAക്കെതിരെ വലിയ വിമർശനങ്ങളായിരുന്നു ആ സമയത്ത് ഉയർന്നു വന്നിരുന്നത്. ആ ക്യാമ്പിൽ സഞ്ജു പങ്കെടുക്കാത്തതിന്റെ കാരണമൊക്കെ നിരത്തി വലിയ വിവാദങ്ങളും ചർച്ചയൊക്കെ ആ സമയത്ത് നടന്നിരുന്നു. അതിനെ പിന്തുണച്ച് കഴിഞ്ഞ ദിവസം ശ്രീശാന്തും രംഗത്തെത്തിയിരുന്നു. സഞ്ജുവിനെ എല്ലാവരും പിന്തുണയ്ക്കണമെന്നും സഞ്ജുവിനെ ക്രൂശിക്കരുതെന്നുമായിരുന്നു ശ്രീശാന്തിന്റെ പരാമർശം. ഈ പരാമർശത്തിനെതിരെയാണ് ഇപ്പോൾ KCA ഒരു വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. വക്കീൽ നോട്ടീസിൽ പറയുന്നത് ശ്രീശാന്തിന്റെ പരാമർശം പൊതുസമൂഹത്തിന് മുന്നിൽ KCAയുടെ പ്രതിച്ഛായ ഇടിക്കുന്നതാണെന്നും ആ പരാമർശങ്ങൾ പിൻവലിക്കണമെന്നുമാണ് ഈ നോട്ടീസിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ശരി, അജീഷ് ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി കാണാം വാൽകഷ്ണം. കോട്ടയത്ത് വെച്ച് ഒരു പാർട്ടിയുടെ ഒരു ലീഡേഴ്സ് ക്യാമ്പിൽ നിലവിലുള്ള മുന്നണിയിൽ തുടരുന്നതിനെക്കുറിച്ച് ഒരു ചെറിയ അസ്വസ്ഥത. വേണ്ട വിധം പരിഗണന കിട്ടുന്നില്ല എന്ന പരാതി ഉയർന്നു. പരാതി വെളിച്ചത്തിൽ വന്നതോടെ മുന്നണിയിൽ നിന്ന് കിട്ടിയ പരിഗണന നാട്ടുകാരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ തുടങ്ങുകയാണ് നേതാക്കൾ. കോട്ടയത്ത് കേട്ട പരാതി പരിഹരിച്ചോ അതോ പുതിയ മുന്നണി തേടി ഇറങ്ങുമോ? വാൽകഷ്ണത്തിലേക്ക്. കോട്ടയത്ത് നിന്ന് മുന്നണി ഒന്നും അങ്ങോട്ട് മാറിയാൽ തിരക്കടില്ലാന്ന് ഒരാലോചന വന്നിക്കണ്. നമസ്കാരം. അപ്പൊ എങ്ങനെ മാറുന്നുണ്ടോ? NDAയുടെ ഒപ്പമാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ NDAയുടെ ഒപ്പം തന്നെ തുടരും. അല്ല, നിങ്ങൾ രണ്ട് വിഭാഗമല്ലല്ലോ, എല്ലാവർക്കും ഒരൊറ്റ അഭിപ്രായമല്ലേ ഉള്ളൂ. ഞങ്ങൾ ഒറ്റക്കെട്ടായി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഒറ്റക്കെട്ടായാലും രണ്ട് കെട്ടായാലും ഇനി ഈ നിലക്ക് പോയാൽ ശരിയാകൂലെന്ന് നിങ്ങളെ ലീഡേഴ്സ് ക്യാമ്പിൽ വെച്ചിട്ട് ഒരാൾ മൈക്കിൽ കൂടെ പറഞ്ഞേക്കണം. നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. പാർട്ടിക്കർക്കമായിട്ടുള്ള പരിഗണന നൽകിയില്ല എങ്കിൽ ഉചിതമായ തീരുമാനം അടുത്ത സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും അതുപോലെ പാർട്ടി അധ്യക്ഷനും എടുക്കണമെന്നുള്ള വലിയ ഒരു ജില്ലാ കമ്മിറ്റിയുടെ ഈ ക്യാമ്പിന്റെ അപേക്ഷ അദ്ദേഹത്തിന്റെ മുൻപാകെ അവതരിപ്പിച്ചത് NP സെൻ. അപ്പോൾ ആർക്കൊക്കെയോ മാറിയ തിരക്കടില്ലാന്നൊരു ചിന്തയൊക്കെ ഉണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ പലരും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു. ആ അഭിപ്രായത്തിൽ ചിലർക്ക് വിടണമെന്നും ചിലർ വിടണ്ടെന്നും ഒക്കെയുള്ള അഭിപ്രായങ്ങൾ വന്നപ്പോൾ അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന തരത്തിൽ ഏതാണ്ട് പ്രമേയം പാസ്സാക്കിയെന്നും മറ്റുമുള്ള വാർത്തകൾ വന്നത് തെറ്റാണ്. അങ്ങനെ പ്രമേയം പാസ്സാക്കുകയോ അങ്ങനെ ഒരു നടപടി അവിടെ ഉണ്ടാകുകയോ ചെയ്തിട്ടില്ല. വലിയ പാട് തന്നെയായി മുന്നണി സംവിധാനം. വെളിവില്ലാത്ത കുറെ പാർട്ടികളും അതിനൊക്കെ പറഞ്ഞ നേതാക്കന്മാരും. പ്രമേയം അല്ലെങ്കിലും ആ പ്രസംഗം കേട്ടാൽ ഒന്ന് മുന്നണി വിടാൻ ആർക്കായാലും തോന്നും. കാരണം അത്രക്കും സങ്കടത്തിലാണ് മൂപ്പര പ്രസംഗം. അർഹമായിട്ടുള്ള പരിഗണനകൾ BDJSന് ഈ മുന്നണി ദേശീയ ജനാധിപത്യ സഖ്യത്തിന് നേതൃത്വം കൊടുക്കുന്ന BJP ആണ് നമ്മളെ സഹായിക്കുന്നത്. അതെന്താ സഹായത്തിന് വല്ല വിള്ളലും വന്നോ? കോട്ടയം ജില്ലയിലെ കരുത്തരായിട്ടുള്ള നേതാക്കന്മാർ തുഷാർജിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാം വളരെ കരുത്തുറ്റ രീതിയിൽ പ്രവർത്തിച്ചതാണ്. കഴിഞ്ഞപ്പോൾ നമുക്ക് നിരാശ വന്നത് മറ്റൊന്നും കൊണ്ടല്ല. തുഷാറേട്ടാ, ലീഡേഴ്സ് ഒക്കെ നല്ല നിരാശയിലാണ് കേട്ടോ. നമ്മളെ സ്നേഹിച്ച് കൂടെ നിർത്തി ചേർത്ത് നിർത്തേണ്ടവർ നമ്മളെ ചേർത്ത് നിർത്തിയില്ല എന്നുള്ള വലിയ വസ്തുത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് വേണമെങ്കിൽ നിന്നാൽ മതി, ഇവിടുന്ന് ഇത്രയൊക്കെ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ മൂപ്പര ഉള്ളിൽ നല്ല സങ്കടം ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം നടന്ന NDAയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മീറ്റിംഗിൽ നഡ്ഡാജി അവിടെ വെച്ച് ആദ്യം ഇൻട്രൊഡ്യൂസ് തന്നെ BDJSന്റെ പ്രാധാന്യം കേരളത്തിൽ എന്താണ് എന്നുള്ളതാണ്. സങ്കടപ്പെടണ്ട, നമ്മളെ നഡ്ഡ സാറ് BDJSനെ നന്നായിട്ട് പുകഴ്ത്തി പറഞ്ഞു കൊടുത്തേ. കഴിഞ്ഞ ഇങ്ങനെ BDJS പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടായി, അതിനുശേഷം അവിടെ NDAക്ക് ഉണ്ടായിട്ടുള്ള മുന്നേറ്റം ഇങ്ങനെയായിരുന്നു എന്ന് വളരെ വ്യക്തമായി അവർ പറയുന്നത് ഞാൻ തന്നെ കേട്ടോണ്ടിരുന്ന കാര്യമാണ്.
നമ്മുടെ മാനങ്കര മണ്ഡലത്തിലെ ഇപ്രാവശ്യം 7000 വോട്ടാ പാർട്ടിക്ക് കൂടുതൽ. അതിന്റെ പിന്നിൽ എന്റെ ശക്തമായ കൈകളാണ് പ്രവർത്തിച്ചതെന്ന് മൂപ്പരുടെ ചെവിയിൽ ആരോചെന്ന് പറഞ്ഞു. അതുകൊണ്ടാ BDJS കാരണം കേരളത്തിൽ NDA ഭരണം പിടിച്ചു എന്ന് തോന്നിപ്പോകും. അമ്മാരി പുകയത്തിലെത്തിരെ. പക്ഷെ BDJSന്റെ നേതാക്കൾ പറയുന്നത് BDJSന് വലിയ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ്. അധികാരങ്ങളും അവകാശങ്ങളും ഒക്കെ കിട്ടിയെങ്കിൽ മാത്രമേ നമ്മുടെ പാർട്ടിയെ നമുക്ക് നാളുകളിൽ വളർത്താൻ കഴിയൂ. തുഷാരേട്ടൻ കേട്ടില്ലേ, എന്തെങ്കിലും ഒരു അധികാരമൊക്കെ നമ്മൾ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നും കിട്ടാതെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്നാണ്. പിന്നെ MP അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം എന്ന് പറഞ്ഞ് ഞാൻ വളരെ വ്യക്തമായി നേരത്തെ തന്നെ പറഞ്ഞതാണ്. എനിക്ക് നേരത്തെ എന്നോട് പറഞ്ഞതാണ്. ഞാൻ അന്ന് വളരെ സ്നേഹബുദ്ധിയാ തന്നെ വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ആളുമാണ്. ഇങ്ങനെ കയ്യിക്കണ് വെച്ചുകൊടുത്താണ് മന്ത്രിസ്ഥാനം. ഇതൊന്നും നാട്ടുകാരറിയാത്തത് മൂപ്പര കുറ്റമല്ലല്ലോ. എല്ലാ സാഹചര്യത്തിലും അങ്ങനെ ഒരു ഞാനിപ്പോൾ അന്നൊരു സ്ഥാനം എടുത്താൽ എന്താ പറയാൻ വേണ്ടി പോകുന്നത്, BDJS എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ ഉണ്ടാക്കി എനിക്ക് MP ആകാൻ വേണ്ടിയിട്ടാണ് എന്ന് നാളെ വ്യാഖ്യാനിക്കും ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ. അങ്ങനെ ഉദ്ദേശം ഞങ്ങൾക്കില്ല. ജനങ്ങൾ അങ്ങനെ പറയില്ലാന്നുണ്ടെങ്കിൽ മന്ത്രിയാവാന് ചെറിയൊരു പൂതിയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? തീർച്ചയായും. അപ്പോൾ വിഷമുള്ളവര് വിഷമം മാറാൻ വേണ്ടി മുന്നണി മാറുമോ അതോ മുന്നണി മാറാതിരിക്കാൻ മുന്നണിക്കാർ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമെന്നൊക്കെ കാത്തിരുന്ന് കാണാം. ബാലകൃഷ്ണനോട് പ്രൈം ടൈം പൂർത്തിയാവുകയാണ്. നമസ്കാരം.